നമസ്കാരം. 25 വർഷമാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് പിഴ കേൾക്കേണ്ടി വന്നത്. വിജിലൻസ് കേസിൽ കുടുങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നെല്ലാട് തോപ്പിൽ വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യയായ 69 വയസ്സുള്ള ലൈലയാണ് നൂറ്റാണ്ടുകാലം ദുരിതമനുഭവിച്ച് ഒടുവിൽ കുറ്റവിമുക്തയായത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് അവർക്ക് ആശ്വാസമാകുന്ന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലൈല കുറ്റക്കാരി അല്ലെന്ന റിപ്പോർട്ട് വിജിലൻസിന് സമർപ്പിച്ചതോടെ കോടതി വിശദമായ തുടർവാദം കേട്ടാണ് ഇവരെ വിട്ടയച്ചത്. ലൈല പിറവം കൃഷി ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. കർഷകർക്ക് നൽകാനുള്ള പണം കൃഷി ഓഫീസർമാർക്ക് നൽകിയതിൽ അഴിമതി നടന്നെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെ കേസാണ് ലൈലയ്ക്ക് നിയമക്കുരുക്കായത്. 1993 ഒക്ടോബർ 1 മുതൽ 1996 ജനുവരി 30 വരെയുള്ള കാലഘട്ടത്തിൽ പണാപഹരണം, ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം നടത്തൽ, വിശ്വാസവഞ്ചന, അക്കൗണ്ടുകളുടെ ദുരുപയോഗം എന്നിങ്ങനെ വിവിധ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതനുസരിച്ച് 1999 മാർച്ച് 12 ലൈലയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. സർക്കാരിനെ വെട്ടിച്ച് 3,47,384 രൂപ കൈവശപ്പെടുത്തിയെന്നും FIR-ൽ ഉണ്ടായിരുന്നു. നിരപരാധിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ 2013 ലൈല വിടുതൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. തൃശൂർ വിജിലൻസ് കോടതിയാണ് കേസ് തുടക്കത്തിൽ പരിഗണിച്ചത്. പിന്നീട് മൂവാറ്റുപുഴയിൽ വിജിലൻസ് കോടതി വന്നതോടെ കേസ് അങ്ങോട്ടേക്ക് മാറ്റി. കോവിഡ് കാരണം തുടർ നടപടികളെല്ലാം മുടങ്ങുകയും ചെയ്തു. പിന്നീട് കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന് വിജിലൻസ് അറിയിക്കുകയായിരുന്നു. അതോടെ കേസ് വീണ്ടും നീണ്ടിരുന്നു. ആദ്യ കുറ്റപത്രത്തിൽ പറഞ്ഞ പണം അപഹരിച്ചിട്ടില്ലെന്ന സാക്ഷിമൊഴിയുടെ റിപ്പോർട്ട് കോടതിയിൽ നൽകി. സർക്കാരിന് പണം നഷ്ടമുണ്ടാക്കിയില്ലെങ്കിലും അനുമതിയില്ലാതെ തരം മാറ്റിയതായി സപ്ലിമെന്ററി ചാർജ് നൽകി തുടർ നടപടി എടുക്കാൻ വിജിലൻസ് കോടതിയോട് അപേക്ഷിച്ചു. ലൈല പണം അപഹരിച്ചിട്ടില്ലെന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന ആരോപണം തെറ്റാണെന്നും വിശദവാദം കേട്ട് കോടതി ഒടുവിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് 25 വർഷങ്ങൾക്കിപ്പുറം ലൈലയ്ക്ക് നീതി ലഭിക്കുന്നത്. കൃഷി ഓഫീസറായാണ് ലൈല ജോലിയിൽ പ്രവേശിച്ചത്. അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ കേസ് ഉണ്ടാകുന്നത്. അതോടെ കൃഷി ഓഫീസറായി അവരെ തരം താഴ്ത്തി. 2012 ലൈല ജോലിയിൽ നിന്നും വിരമിക്കുന്നത്.